ഇന്നത്തെ അറിയിപ്പുകൾ. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കുന്നതിനായി കർശന മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് ഇനി അനുവദിക്കില്ല. ഫോൺ കൈവശമുള്ളവർക്ക് പോളിംഗ് സ്റ്റേഷന് പുറത്ത് സൂക്ഷിക്കാൻ സൗകര്യം ഒരുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയതായി 18 മാറ്റങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് RGIയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന മരണ രജിസ്ട്രേഷന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാകും തീരുമാനം. പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഫോൺ കൈവശമുള്ളവർക്ക് പോളിംഗ് സ്റ്റേഷന് പുറത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരീക്ഷാ തട്ടിപ്പുകൾ തടയാനായി UPSC പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നു. ജൂണിൽ തുടങ്ങുന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ബയോമെട്രിക് ഒതന്റിക്കേഷനും AI അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണവും പ്രാവർത്തികമാക്കും. തട്ടിപ്പ് തടയാനും പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാനും ലക്ഷ്യമിട്ട് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഒതന്റിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനവുമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂൺ മുതൽ ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലാണ് പുതിയ സംവിധാനങ്ങൾ. ബയോമെട്രിക് വെരിഫിക്കേഷനായി ഫിംഗർ പ്രിന്റ് ഓതന്റിഫിക്കേഷൻ, മുഖം തിരിച്ചറിയൽ, അഡ്മിറ്റ് കാർഡുകളുടെ QR കോഡ് സ്കാനിംഗ് തുടങ്ങിയവ ഉൾപ്പെടും. പരീക്ഷാ ഹാളുകളിൽ സംശയാസ്പദമായ പെരുമാറ്റങ്ങൾ കണ്ടെത്താനും ആൾമാറാട്ടം തടയാനും AI അധിഷ്ഠിത CCTV നിരീക്ഷണവും വിന്യസിപ്പിക്കും. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസ്, കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് ഉൾപ്പെടെ 14 പ്രധാന പരീക്ഷകളാണ് UPSC ഓരോ വർഷവും നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പഠന മികവുള്ള കേരളീയരായ വിദ്യാർത്ഥികൾക്കുള്ള രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ധാരണാപത്രം സർക്കാരുമായി ഒപ്പുവച്ചു. 50 വർഷത്തേക്കായി രവി പിള്ള അക്കാദമി 525 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ പ്രവാസി വ്യവസായിയും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ ഡോക്ടർ B രവി പിള്ളയും CEO അജിത് കോളശ്ശേരിയും തമ്മിൽ ധാരണാപത്രം കൈമാറി. പദ്ധതിയിലൂടെ ഓരോ വർഷവും 1500 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. ഹയർ സെക്കൻഡറി തലത്തിൽ 1100 വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ വീതവും, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ 1.25 ലക്ഷം രൂപ വീതവും ലഭിക്കും. സ്കോളർഷിപ്പിൽ ഓരോ വിഭാഗത്തിനും 20% പ്രവാസി വിദ്യാർത്ഥികൾക്കും 5% ഭിന്നശേഷിയുള്ളവർക്കും നീക്കിവച്ചിട്ടുണ്ട്. പഠന മികവുള്ളവരും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കുമാണ് സ്കോളർഷിപ്പിന് അർഹത. നോർക്ക റൂട്ട്സ് മുഖേന രവി പിള്ള ഫൗണ്ടേഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷകൾ ജൂലൈയിൽ ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്വീകരിക്കും. സെപ്റ്റംബറിൽ തുക കൈമാറും. പ്രതിവർഷം 10.5 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഒരു കുടിശ്ശികയും മെയ് മാസത്തെ പെൻഷനുമടക്കം 2 ഗഡുവാണ് വിതരണം ചെയ്യുന്നത്. മെയ് മാസത്തെ പെൻഷനും ഒരു കുടിശ്ശികയും ചേർത്ത് 3200 രൂപയാകും ഈ മാസം ഗുണഭോക്താവിന് ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തിക്കുകയാണ് പെൻഷൻ കൈമാറുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 16 വർഷത്തിന് ശേഷമാണ് ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത്. കേരളത്തിൽ മെയ് 17-ന് കാലവർഷം എത്തുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. എന്നാൽ പറഞ്ഞതിലും നേരത്തെ കാലവർഷം എത്തിയിരിക്കുകയാണ്. സാധാരണയായി ജൂൺ 1-ാം തീയതിയോടെയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്താറ്. ഇക്കുറി 8 ദിവസം മുമ്പേ എത്തി. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള 9 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പുമാണ്. അറബിക്കടലിൽ ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലുണ്ടായ അതിശക്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.